പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. സർപ്പക്കാവിൻ്റെ അടുത്ത് ബോധരഹിതയായി കിടക്കുന്ന ഗൗരിയെയാണ് ഹരി കണ്ടത്. മോളെ ഗൗരി, ഈശ്വര, ഈ കുട്ടിക്ക് എന്തു പറ്റിയാവും? ആരെങ്കിലും ഒന്ന് ഓടിവായോ? അമ്മണിയമ്മ നിർത്താതെ കരയുകയാണ്. ഹരി വേഗം ചെന്ന് അവളുടെ കാലുകൾ രണ്ടും പരിശോധിച്ചു. ഇടത് കാലിൽ നീര് വന്നു വീർത്തിട്ടുണ്ട്. അമ്മണിയമ്മേ, ഗൗരിയെ വിഷം തീണ്ടി. അവനവളെ വാരിയെടുത്തുകൊണ്ട് ഓടുന്നതിനിടയിൽ പറഞ്ഞു. അവൻ്റെ കണ്ണുനീർ അവളുടെ മുഖത്തോടെ ഒലിച്ചിറങ്ങി. ഗൗരി, മോളെ, നീ കണ്ണു തുറക്ക് ഗൗരി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഹരി, എന്നെ വെറുക്കല്ലേ. ഞാൻ വേദനിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഗൗരി ഒരു തരത്തിൽ പറഞ്ഞു. നീ ഇങ്ങനൊന്നും പറയില്ല ഗൗരി. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഹരി, ഞാൻ മാപ്പ്, എല്ലാത്തിനും മാപ്പ്. വേണ്ട ഗൗരി, ഒന്നും പറയണ്ട. നിനക്കൊരാപത്തും സംഭവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ ഹരി ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് യാതൊന്നും സംഭവിക്കില്ല. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് കണ്ണനും നീലിമയും കൂടി വന്നത്. എന്താ പറ്റി? നീലിമ ഓടി വന്നു. ഹരി അവരോട് കരഞ്ഞുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. ഹരി, നീ വേഗം വണ്ടി കയറ്, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാം. കണ്ണൻ അപ്പോഴേക്കും കാർ തിരിച്ചു. ഗൗരി, കണ്ണു തുറക്ക് ഗൗരി. കാറിലിരുന്നു കൊണ്ട് ഹരി പുലമ്പുകയാണ്. അവൾ ഒന്ന് ഞരങ്ങി. ഗൗരി, അവൻ വിളിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവൻ അവളുടെ നെറ്റിയിൽ ചേർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. നീയും എന്നെ വിട്ട് പോവാണോ? ഞാൻ സ്നേഹിക്കുന്നവരെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകാൻ ഞാൻ എന്ത് തെറ്റാണ് ഈശ്വര ചെയ്തത്? അവൻ ഇരുന്ന് തേങ്ങി. ഹരി, പ്രശ്നമൊന്നുമില്ലടാ, നീ വിഷമിക്കാതെ. കണ്ണൻ അവനെ ആശ്വസിപ്പിച്ചു. ഏട്ടാ, എൻ്റെ ഗൗരിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ. ഹരി, നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ഗൗരിക്ക് എന്ത് പറ്റാനാണ്? ഒരു കുഴപ്പമില്ല. കണ്ണൻ്റെ കാർ അതിവേഗത്തിൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്നു. ഗൗരി അകത്തേക്ക് കയറിയിട്ട് അരമണിക്കൂറായിരിക്കുന്നു. അപ്പോഴേക്കും ദേവിയും മേനോനും ഒക്കെ കൂടി എത്തി. ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് ഹരിയോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. ഹരിയും മേനോനും കൂടിയാണ് കയറിയത്. പേടിക്കാനൊന്നുമില്ല, ഗൗരിക്ക് കുഴപ്പമില്ല. പിന്നെ അയാൾ നന്നായി ഭയപ്പെട്ടിട്ടുണ്ട്. അതാ ബോധക്ഷയം സംഭവിച്ചത്. ഇപ്പോൾ ആൾ നോർമലായി. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അവന് ആശ്വാസമായത്. സർ, ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുമോ? മേനോൻ ചോദിച്ചു. ഓ ഷുവർ, നിങ്ങൾക്ക് കാണാം. ഒരു 5 മണിയാകുമ്പോൾ പോവുകയും ചെയ്യാം. നോ പ്രോബ്ലം. ഡോക്ടർ അവർക്ക് അനുമതി കൊടുത്തു. ഗൗരി, ദേവി അവളെ വിളിച്ചുകൊണ്ട് കരഞ്ഞു. ഗൗരിയും അവരെ നോക്കി കരയുകയാണ്. എൻ്റെ പൊന്നുമോക്ക് എന്താ പറ്റിയത്? ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. മേനോൻ അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കസേരയിട്ടിട്ടുകൊണ്ട് പറയുകയാണ്. സോറി അച്ഛാ, ഞാൻ വെറുതെ അവിടേക്ക് പോയതാ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തില്ല. സോറി. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. ഭിത്തിയിൽ ചാരി കൈകൾ രണ്ടും മാറിൽ പിടിച്ച് കെട്ടി നിൽക്കുന്ന ഹരിയെ അവൾ കണ്ടു. അവനെ നോക്കിയപ്പോൾ അവൾ വീണ്ടും വിതുമ്പി. അവൻ്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി ആരും കരയണ്ട. കണ്ണൻ ഹരിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അതെ മോളെ ഗൗരി, മോള് വിഷമിക്കൊന്നും വേണ്ട. ഇതോടുകൂടി എല്ലാ കഷ്ടകാലവും മാറി, അങ്ങനെ ഓർത്താൽ മതി. മേനോനോളെ ആശ്വസിപ്പിച്ചു. എൻ്റെ പൊന്നു മോളെ, അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ദേവി ഇരുന്ന് കരയുകയാണ്. ആ, ഇനി തുടങ്ങിക്കോ. ഇത്തിരി കാര്യം മതി അവക്ക് കരയാൻ. മേനോൻ ഭാര്യയെ നോക്കി ദേഷ്യപ്പെട്ട് പറയുകയാണ്. 4 മണി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാമെന്ന് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു. അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തത് വൈകുന്നേരം 7 മണിക്കാണ്. കണ്ണനും അച്ഛനും കൂടി അത് മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും ഹരി സമ്മതിച്ചില്ല.
ആളുകളെയൊക്കെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് മാറ്റണ്ടെന്ന് അവൻ പറഞ്ഞു. ദേവിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല. അച്ഛനെയും ഏട്ടനെയും പറഞ്ഞു വിട്ടിട്ട് ഹരി റൂമിലേക്ക് വന്നു. മെഡിസിനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ, എന്താ മോനെ? ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. അരമണിക്കൂറിനുള്ളിൽ പോകാം. ശരി മോനെ, പോയിട്ട് വാ. ഗൗരിമോളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലല്ലോ. അമ്മയൊക്കെ വിഷമിക്കുന്നോർത്താണ്. ദേവി അവളെ നോക്കി. അത് അമ്മേ, പറയണം. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞോളാം. അമ്മയുടെ അടുത്ത് നാളെ ഞാൻ പോകാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അമ്മയ്ക്കൊക്കെ വിഷമാകും. ഒന്നാമത് വയ്യ താനും. എന്ത് ചെയ്യാനമ്മേ? എന്തൊക്കെയോ കഷ്ടകാലമാണ്. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമോ? സാരമില്ല മോളെ, എല്ലാം മാറിയെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് 2 ദിവസമായിട്ട് എന്തൊക്കെയോ ഭയങ്കര ടെൻഷനായിരുന്നമ്മേ. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു, അതുപോലൊരു തോന്നൽ. ആ, എന്തായാലും വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കല്ലേ കിട്ടിയത്. സാരമില്ല മോള്, പേടിക്കണ്ട. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അടുത്ത ദിവസം തന്നെ ഒരു നൂല് ജപിച്ച് കിട്ടണം. നന്നായി പേടിച്ചിട്ടുണ്ട് കുട്ടി നീ. ദേവി അവളുടെ നെറുകയിൽ തഴുകി. ദേവിയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അതെടുത്തു നോക്കി. നന്ദു കോളിംഗ്. മോളെ, നന്ദു ആണ് വിളിക്കുന്നത്. എടുക്കണ്ടമ്മേ, വലിയ അത്യാവശ്യമൊന്നുമില്ല. ദേവി പിന്നീട് ഒന്നും പറഞ്ഞില്ല. ഫോൺ മേശയിലേക്ക് അവർ തിരികെ വെച്ചു. കുറച്ചു കഴിഞ്ഞതും ഹരി വന്നു. കഴിഞ്ഞോ മോനെ? എന്നാ നമുക്ക് പോകാം. ദേവി എഴുന്നേറ്റു. സാവധാനം ഗൗരിയും. കാലിൽ ചെറുതായി നീരുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്നവൾ പറഞ്ഞു. അവൾക്ക് പോകാനായി അപ്പോൾ വീൽചെയർ എത്തി. അമ്മേ, ഞാൻ നടന്നു പോയിക്കോളാം, ഗൗരി പറഞ്ഞു. പക്ഷെ സിസ്റ്റർ സമ്മതിച്ചില്ല. ഹരി അപ്പോഴേക്കും വണ്ടിയെടുക്കാനായി പോയി. വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി, അമ്മണിയമ്മയും നീലിമയും ഒക്കെ ഉമ്മർത്തുണ്ട്. അവൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ നീലിമ അകത്തേക്ക് ഓടിപ്പോകുന്ന കണ്ടു. ഗൗരി വാതിൽക്കലെത്തിയതും നീലിമ ഒരു തട്ടത്തിൽ ആരതിയുമായി വന്നു. മുത്തശ്ശിയാണത് മേടിച്ചത്. ഗൗരി മോളെ, എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോട്ടെ. ഇനി അരുതാത്തതൊന്നും എൻ്റെ കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഹരിയെ ഒപ്പം നിർത്തി മുത്തശ്ശി ആരതി ഒഴിഞ്ഞു. ഗൗരിയുടെ താലിയുടെ പെട്ടെന്ന് നീലിമ ചോദിച്ചു. ഒരു നിമിഷം ഗൗരി വല്ലാതായി. അവൾ താലിമാല കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഈശ്വര, അതെവിടെ പോയി? ദേവിയും മുത്തശ്ശിയും ഒക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. അതമ്മേ, ഞാൻ ഗൗരിയെടുത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എവിടെയെങ്കിലും മിസ്സായതാവും. ആ, ഇനി സാരമില്ല, അത് പോട്ടെ. അയ്യോ, അങ്ങനെ പറയല്ല മോനെ. അതിൻ്റെ പവിത്രത നീ അറിയാതാ സംസാരിക്കുന്നത്. ഒരു താലിയെന്ന് പറഞ്ഞാൽ അതിനോളം വിലപ്പെട്ട ഒരു ലോകം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലില്ല. 2 പേരിൽ ഒരാൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ മാത്രമേ താലി അവളുടെ കഴുത്തിൽ നിന്ന് പോകാവൂ. പഴമക്കാർ പറയുന്നതാണെങ്കിലും ഇതൊക്കെ സത്യമാണ് കുഞ്ഞേ, ഒരു പരിധി വരെ. മുത്തശ്ശി തൻ്റെ ആകുലത മറച്ചു വയ്ക്കാതെ പറഞ്ഞു. മുത്തശ്ശി, അതെവിടെ പോയെന്ന് എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മോളെ, നീ നിന്റെ റൂമിൽ ചെന്ന് ഒന്ന് നോക്കിക്കേ. ചിലപ്പോൾ ബെഡ്ഷീറ്റിലോ മറ്റോ കിടപ്പുണ്ടാവും. ദേവി അവളെ ആശ്വസിപ്പിച്ചു. ഗൗരി വന്ന് ഹാളിലെ സെറ്റിയിലിരുന്നു. അവളുടെ സങ്കടം കണ്ടപ്പോൾ മുത്തശ്ശിക്കും തോന്നി പറയേണ്ടിയിരുന്നില്ല എന്ന്. നിങ്ങളിതെവിടെ പോന്നു? നച്ചുവാവെ ഒരുക്കിക്കൊണ്ട് നീലിമ വന്നപ്പോൾ ദേവി ചോദിച്ചു. കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ദേവിയോട് ഹരിയും നീലിമയും പറഞ്ഞു. പക്ഷെ ദേവിയാണെങ്കിൽ പോകാൻ കൂട്ടാക്കിയില്ല. ഗൗരിക്ക് വയ്യാത്തപ്പോൾ താൻ എവിടേക്കും ഇല്ലെന്ന് അവർ പറഞ്ഞു. അമ്മേ, എത്ര ആളുകളോട് വിളിച്ചു പറഞ്ഞു, എല്ലാം സെറ്റാക്കിയതാ. ഇനി അവസാന നിമിഷം അമ്മ അങ്ങനെ പറയരുത്. ഹരി, നീ എന്തൊക്കെയാ പറയുന്നത്? ഗൗരിമോളില്ലാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവളെ ഈ സ്റ്റേജിലാക്കിയിട്ട് പോകാൻ പറ്റുമോ? അതൊന്നും സാരമില്ലമ്മേ. ഞാനും വരാൻ ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. എന്തായാലും അമ്മ ചെല്ല്. എനിക്ക് കൂട്ടായി അമ്മണിയമ്മയുണ്ട്. അതെ അമ്മേ, എല്ലാവരും എത്തുമ്പോൾ അമ്മയില്ലെങ്കിൽ പിന്നെ എങ്ങനാ? നീലിമയും പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ദേവി റെഡി ആവാനായി പോയി. ഗൗരിക്കൊന്ന് കിടക്കാൻ തോന്നി. അവൾ തൻ്റെ റൂമിലേക്ക് പിൻവാങ്ങി. അവൾ ചെന്നപ്പോൾ
ഹരി കുളി കഴിഞ്ഞ് റെഡിയാകുകയാണ്. മുടന്തി മുടന്തി കയറി വരുന്ന ഗൗരിയെ കണ്ടതും അവൻ ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അറിയാതെ അവളിൽ ഒരു വിറയൽ പടർന്നു. ഗൗരി, ആർ യു ഓക്കെ നോ? അതെ. പിന്നെന്താ തന്നെ വിറയ്ക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല. തനിക്കെന്നെ പേടിയാണോ? ഏയ് ഇല്ല ഹരി, ക്ഷീണം കൊണ്ടാവും. സാരമില്ലടോ, താൻ ടെൻഷനാവണ്ട. അവൻ അവളെ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി. കിടന്നോടൂ, ക്ഷീണം കാണുമല്ലേ? കുഴപ്പമില്ല ഹരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിക്കണം, ഞാൻ വേഗം വരാം. ഹരി, എന്താണോ? ശരിക്കും ശരിക്കും ഹരി ഓർത്തിരുന്നോ എന്നെ എടുത്ത് കുളത്തിലെറിയാൻ? അത് കേട്ടതും ഹരി ചിരിച്ചുപോയി. എന്താണോ ഇപ്പം ഇങ്ങനൊരു ചിന്ത? അല്ല, ഹരി എന്നോട് പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ ഹരി രക്ഷപ്പെടുമെന്ന്? സത്യത്തിൽ ഹരി അങ്ങനെ ഓർത്തോ? അവളോട് ശബ്ദമിടറി. താനല്ലേ എല്ലാം പറഞ്ഞത്. ഞാനപ്പോൾ ഒരു ഫ്ലോയിലങ്ങ് മറുപടി തന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനൊന്നും ചിന്തിച്ചില്ലല്ലോ അല്ലേ? ഇല്ലടോ, താൻ ഓരോന്നോർത്ത് കൂട്ടണ്ട, അടങ്ങിക്കിടക്ക്. അല്പം കഴിഞ്ഞതും ഹരിയാണെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ നിറമുള്ള സ്ലീവ് ഷർട്ടും ക്രീം കളർ പാൻറ്റും ഇട്ടുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഗൗരി ഇമ വെട്ടാതെ അവനെ നോക്കി നിന്നു. എങ്ങനെയുണ്ടെന്ന് അവൻ ഒരു പുരുകുയർത്തി ചോദിച്ചു. സൂപ്പറെന്ന് തള്ളവിരൽ കൊണ്ട് അവൾ ഉയർത്തി മറുപടിയും പറഞ്ഞു. അവൻ അലമാര തുറന്ന് ഒരു ബോക്സ് പുറത്തെടുത്തു. ഗൗരി അതിലേക്ക് നോക്കി. അവൻ അത് മെല്ലെ ഓപ്പൺ ചെയ്തു. നവരത്ന മോതിരമായിരുന്നത്. അവനത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത്. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട് ഹരി, എനിക്കൊരുപാട് ഇഷ്ടമായി, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടത് ആ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചു. ഹരിയുടെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. അവൾ അവനെ അഭിനന്ദിച്ചു. താങ്ക് യു ഹരി ഒരു ഈണത്തിൽ പറഞ്ഞു. തനിക്ക് വയ്യാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ എല്ലാവർക്കും കൂടി പോകായിരുന്നു. ഏയ് സാരമില്ല ഹരി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തില്ലല്ലോ. അത് പോട്ടെ, എല്ലാവർക്കും ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഹരി ഗിഫ്റ്റ് കൊണ്ടുവന്നല്ലോ. എനിക്കെന്താ മേടിച്ചത്? അവൾ പ്രതീക്ഷയോട് ചോദിച്ചു. ഹരി ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എടോ, ഞാനിനി തനിക്ക് മാത്രമായിട്ടല്ല തരുന്നത്, നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയാണ് തരുന്നത്. ഓക്കെ? അവൻ അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഗൗരിക്ക് മനസ്സിലായി. അവളുടെ മുഖം വാടി. റൂമിന് പുറത്തെത്തിയ ഹരിയാണെങ്കിൽ പതിയെ ഒന്ന് തലചിരിച്ചു നോക്കി. സങ്കടത്തോടെ നിൽക്കുന്ന ഗൗരിയാണ് അവൻ കണ്ടത്. സോറി ഗൗരിക്കുട്ടി, നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ? ആ അബിയില്ലേ കൂടെ നിന്ന് ചതിച്ചതിൻ്റെ കൂട്ടുകാരൻ, അവനിട്ടുള്ള പണി കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ബാക്കി. അത് കഴിഞ്ഞ് നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ പലിശ അടക്കം തരും. കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ അവൻ മനസ്സിൽ മെല്ലെ മന്ത്രിച്ചു. തുടരും.